മദ്യം വിഷമെന്നു ചൊല്ലിയ സദ്ഗുരു മർത്യനന്മയ്ക്കായി പിറന്നൊരു നാടിന്. മദ്യം വിഷമെന്നു ചൊല്ലിയ സദ്ഗുരു മർത്യനന്മയ്ക്കായി പിറന്നൊരു നാടിത്. ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം മതസ്ഥരും. ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജി മുഹമ്മയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സംഭവം ഉണ്ടാകണം, അത് ചർച്ച ചെയ്യണമെങ്കിലും അതിൻ്റെ നിയമങ്ങളെല്ലാം പൊടിപ്പും തേങ്ങലെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഉദയം ചെയ്യണമെങ്കിൽ, എന്നാൽ ആ നിയമങ്ങളും ചിന്തകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഈ വർത്തമാനകാല സമയം കേരളം ചർച്ചപ്പെടുന്നൊരു കാര്യമുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ യുവതലമുറയെയും വിദ്യാർത്ഥികളെയും എങ്ങനെ അവരുടെ മനസ്സുകളിലേക്ക് നന്മയുടെ പൊൻവട്ടം പാകാം എന്നൊരു ചിന്തയിലൂടെയാണ് നമ്മളുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്നത്. അതേസമയം എന്നാൽ അതുക്കും മേലെ അതിനും അപ്പുറം ഒരു നല്ല സമയത്ത് നമ്മളുടെ പൊന്നു മക്കളുടെ മനസ്സുകളിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രതിബദ്ധതയോടുകൂടിയുള്ള ആശയങ്ങൾ ഓട്ടം തുള്ളലിലൂടെ അവതരിപ്പിച്ചൊരു കലാകാരൻ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയരാജ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളും അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്യുന്ന ഓട്ടം തുള്ളലിലൂടെ കാഴ്ചവെക്കുന്ന ആ കലയുടെയും ഓട്ടം തുള്ളലിൻ്റെയും ആ നാട്യത്തിൻ്റെയും നൃത്തത്തിൻ്റെയും കലകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ആ സന്ദേശങ്ങളുടെ കഥയാണ് ഈ മനോഹരമായ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ കാണണം. ആദ്യാവസാനം കണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയരാജിനെ അനുഗ്രഹിക്കണമെന്ന സ്നേഹപൂർവ്വം അപേക്ഷയോടെ പ്രാർത്ഥനയോടെ കാണാം ആ വീഡിയോ. നമസ്തേ, എൻ്റെ പേര് ജയരാജ് എന്നാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിയാണ്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ ജോലി നോക്കുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലാണ്. 2018 മുതൽ ലഹരിക്കെതിരെ ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഓട്ടംതുള്ളൽ എന്ന കലയിലൂടെ ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെമ്പാടുമായിട്ട് 515ഓളം വേദികൾ പിന്നിട്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. കുട്ടികളിലേക്ക് ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങൾ, അതിൻ്റെ ദോഷവശങ്ങൾ, അത് ഉപയോഗിക്കാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ ഈ കലാരൂപത്തിലൂടെ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ഓട്ടംതുള്ളൽ പ്രൊഫഷണൽ കലാകാരനൊന്നുമല്ല. ഈ ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു 11 ദിവസം വയലാർ സന്തോഷ് എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയി ഓട്ടംതുള്ളൽ അഭ്യസിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാനിതിൻ്റെ പ്രൊഫഷണൽ കലാകാരനോ മറ്റ് ക്ഷേത്രങ്ങളിൽ മറ്റ് ഓട്ടംതുള്ളൽ ചെയ്യുന്ന ആളോ അല്ല. ഇതിനുവേണ്ടി മാത്രം പഠിച്ചതാണ്. ഇത് സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങി ജനങ്ങൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കാരണം ഞാൻ ജോലി നോക്കുന്ന എറണാകുളം ജില്ലയായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പരിപാടിക്ക് ക്ഷണം സ്വീകാര്യത കിട്ടുന്ന എറണാകുളം ജില്ലയാണ്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ മോശമല്ല. ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞു. കാസർഗോഡ് വരെ ഞാൻ പോയിരുന്നു. ശിവഗിരി മഠം പോലുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രധാന ദിവസം തന്നെ കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അങ്ങനെ ഒരുപാട് വേദികൾ, പ്രധാനപ്പെട്ട പല വേദികളിലും കടന്നു ചെല്ലാൻ ഈ ഒരു കലാരൂപത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ആത്മസംതൃപ്തി കിട്ടുന്നൊരു കാര്യമാണ്. ഈ ഓട്ടത്തുള്ളിൽ തുടങ്ങുന്നവരെ സത്യം പറഞ്ഞാൽ യാതൊരു കലയുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകൻ രമേശൻ എന്ന് പറയുന്ന എക്സൈസിൽ ഉദ്യോഗസ്ഥനാണ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. അത് ഞാൻ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ കുറേ വരികൾ എഴുതി അത് അദ്ദേഹത്തെ കാണിച്ചു, ഞങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണറെ കാണിച്ചപ്പോൾ അവരെല്ലാം സംതൃപ്തരായിരുന്നു. അങ്ങനെയാണ് ഈ പരിപാടിയായിട്ട് മുന്നോട്ടിറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നതും ഞാൻ തന്നെയാണ്. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്നൊരു കാര്യമാണ്.
ഗമനയിൽ മനമറിയാതെ മുഖങ്ങും ബാലകർ അതിമൂലത്തിന്മയിൽ മനമറിയാതെ മുഖങ്ങും ബാലകർ അതിമൂലത്തിന്മയിൽ മനമറിയാതെ മുടുങ്ങും ബാലകർ സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം വീക്കൻ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം സൂപ്പർ ബൈക്കിൽ ചെത്തി നടക്കണം വീക്കൻ സ്റ്റൈലിൽ മുടിയുമൊരുക്കണം ടച്ചിങ്ങുള്ളൊരു പോണത് വാങ്ങി തിരസിക്കണം സെൽഫി എടുക്കണം ടച്ചിങ്ങുള്ളൊരു പോണത് വാങ്ങി കുത്തിരസിക്കണം സെൽഫി എടുക്കണം അവരുടെ മോഹം പൂവണിയിക്കാൻ ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ അവരുടെ മോഹം പൂവണിയിക്കാൻ ഉടനണയുന്നു കഴുകൻ കണ്ണുകൾ വാഗ്ദാനങ്ങൾ നൽകി മയക്കി ലഹരി കുഴിയിൽ വീട്ടുന്നവനെ ജയരാജിൻ്റെ വീഡിയോ ആ ഓട്ടം തുള്ളൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ട് കാണും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ഒത്തിരി നല്ല കാഴ്ചകളും നല്ല ഉത്സവങ്ങളും ആനയും ആനക്കാഴ്ചകളും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ വീഡിയോ വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി, നമസ്കാരം.